നമ്മളിപ്പോൾ കുരുക്ഷേത്രയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. മഹാഭാരത യുദ്ധം നടന്ന സ്ഥലമാണ്. നമ്മുടെ ഗുരുജി പറയായിരുന്നു, ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു, വലിയൊരു തടാകം പോലുള്ള സ്ഥലത്ത്. നമ്മുടെ കുളം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ കേരളത്തിൽ കാണുന്ന പോലെയല്ല, വിശാലമായ ഏക്കർ കണക്കിനുണ്ട്, കിലോമീറ്റർ കണക്കിനുണ്ട്. അവിടെ ഒരു 15 വർഷം മുമ്പൊക്കെ അവിടെ ഏത് ത്വക്ക് രോഗമുള്ള ആൾക്കാരും ഒന്ന് ഇറങ്ങി കുളിച്ചാൽ 3 ദിവസം അടുപ്പിച്ച് കുളിച്ചാൽ എന്ത് ത്വക്ക് രോഗമാണേലും മാറിപ്പോകാറുണ്ട്. പക്ഷെ ഇന്നത് അങ്ങനെ അല്ല. ഇന്നെല്ലാം ഡ്രെയിനേജും മറ്റും എല്ലാം കൊണ്ട് ഈ ഇതിലൊക്കെ ഈ കുളത്തിലൊക്കെ കൊടുത്ത് ഓരോ നമ്മളെപ്പോൾ ഉള്ള നമ്മുടെ സംസ്കാരത്തെ അതിൻ്റെ മാന്യതയിൽ ഉൾക്കൊള്ളാത്ത ആൾക്കാർ അതിനെ എല്ലാം നശിപ്പിച്ച് ഇപ്പോൾ ആ കുളത്തിലൊന്നും ആരും ഇറങ്ങി കുളിക്കുകയും ചെയ്യത്തില്ല, പരുവത്തിനാക്കിയിട്ടില്ല. കാര്യം 100 കിലോമീറ്റർ ചുറ്റളവിൽ കൂടുതൽ വരുന്നതാണ് ഈ കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലം. അവിടെ അത്ര ഒരു പുണ്യഭൂമിയാണ്. ഇവിടെ സരസ്വതി, നമ്മുടെ ഗംഗ, യമുന, സരസ്വതി ഇത് നമുക്ക് പ്രകടമായി കാണാൻ പറ്റത്തില്ല, അണ്ടർഗ്രൗണ്ടാണ് എന്നാണ് പറയുന്നത്. ഭൂമിക്കടിയിൽ കൂടെ അത് ഒഴുകുന്നുണ്ടെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. എന്തായാലും അത്രയൊരു സ്ഥലത്തോടാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കുരുക്ഷേത്രയിൽ ഇന്നിവിടെ നമുക്ക് പിണ്ടദാനവും കർമ്മങ്ങളും പിന്നെ പിതൃകർമ്മങ്ങളൊക്കെ നടത്താൻ പോവുകയാണ്. എല്ലാം ഈശ്വരൻ്റെ